ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗ് സെഷൻസ് കോടതി തള്ളി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. വളരെ വലിയ രീതിയിൽ ചർച്ചയായപ്പെട്ടൊരു സംഭവം കൂടിയായിരുന്നു ഇത്. അതായത് നിർബന്ധിത മതപരിവർത്തനം അതുപോലെ തന്നെ മനുഷ്യക്കടത്തടക്കം ആരോപിച്ചാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും മറ്റു നടപടികളിലേക്കൊക്കെ കടന്നതും. ആ നിലയിൽ FIR അടക്കം മാറ്റിയെഴുതുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി BJPയുടെ ബജ്രംഗ് ദൾ എന്ന സംഘടന അതുമായി ബന്ധപ്പെട്ട മറ്റ് നീക്കങ്ങളൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടതാണ്. ആ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ സിജു സുഗതൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സിജു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. നമ്മൾ കണ്ടതാണ് ഈ FIR അടക്കം ചില തിരുത്തലുകൾ വരുത്തിയത്. അതായത് മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം അടക്കം FIRൽ രേഖപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ജാമ്യം നൽകരുത് എന്നൊരു ലക്ഷ്യം മുൻനിർത്തിയല്ലേ ആ നിലയിലുള്ള ചില നീക്കങ്ങളിലേക്കൊക്കെ കടന്നത്? അത് ശരി, അതാണ് വർഷ ശരിയായി. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് മനുഷ്യക്കടത്ത്, അതോടൊപ്പം തന്നെ മതപരിവർത്തന നിരോധന നിയമം. ഈ 2 വകുപ്പുകൾ ചുമത്തിയത് തന്നെ ജാമ്യം ലഭിക്കരുത്. അതുതന്നെയായിരുന്നു സംഘപരിവാർ സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നിലവിൽ ദുർഗ് സെഷൻസ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റ് വിവരങ്ങളെക്കുറിച്ച് ഈ കോടതിയിൽ എന്താണ് നടന്നതെന്നുള്ള കുറിച്ച് ഇനി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമുണ്ടായിരുന്ന FIRൽ തിരുത്ത് വരുത്തി രണ്ടാമത് മനുഷ്യക്കടത്ത്, മതപരിവർത്തനം അടക്കമുള്ള വിവരങ്ങൾ രണ്ടാമത് എഴുതി ചേർക്കുകയായിരുന്നു FIRൽ എന്നത് നേരത്തെ തന്നെ വാർത്തകളിലൂടെ പുറത്തു വരികയും ചെയ്തു. ഏതായാലും ഛത്തീസ്ഗഡ് സർക്കാർ തുടരുന്ന ഈ നടപടികൾക്കെതിരെ ഇന്ന് തന്നെ നമുക്കറിയാം ഇടത് MPമാരടക്കം CPMൻ്റെ നേതാക്കളടക്കം ഈ റായ്പൂരിലെ കോടതിയിലെത്തി കന്യാസ്ത്രീകളെ കാണുകയും ചെയ്തു. കന്യാസ്ത്രീകൾക്ക് അവർക്ക് മതിയായ സൗകര്യങ്ങൾ പോലും ഒരുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ നേരത്തെ വർഷ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 10 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള. സ്വാഭാവികമായും സെഷൻസ് കോടതിയിലെത്തുമ്പോൾ ആ കേസിൻ്റെ മെറിറ്റ് പരിഗണിച്ചുകൊണ്ടായിരിക്കും ജാമ്യം നൽകണമോ നൽകണ്ടയോ എന്ന് കോടതി തീരുമാനമെടുക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതായത് കൂടുതൽ രൂക്ഷകരമായ വ്യവസ്ഥകൾ, സങ്കീർണമായ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഛത്തീസ്ഗഡ് പോലീസ് ഒരു കേസെടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ 2 കേസുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കേസുകളാണ്. മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ ഈ മതപരിവർത്തന നിരോധന നിയമം, അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട്. എല്ലാ കേസുകളും, ഈ 3 കേസുകളും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം ഇവരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടുമ്പോൾ അതിനുശേഷം അന്ന് FIR ബജ്രംഗ് ദൾഗാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. നമുക്ക് ആ കേസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിലെ TTR ആണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ഈ ബജ്രംഗ് ദൾഗാർക്ക് ഇവർ മനുഷ്യക്കടത്ത് നടത്തുകയാണെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജ്രംഗ് ദൾഗാർ ഈ കന്യാസ്ത്രീകൾ അടക്കമുള്ളവരെ മർദ്ദിക്കുന്നു. അതിനുശേഷം പോലീസ് കേസെടുക്കുന്നു. ആദ്യം കേസെടുക്കുമ്പോൾ ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. പിന്നീടാണ് ഈ ദേശീയ ശ്രദ്ധയിലേക്ക് വിഷയം വരുമ്പോഴാണ് ഇവർ മനുഷ്യക്കടത്ത് തന്നെയാണ് നടത്തിയെന്ന് വരുത്തി തീർക്കാൻ FIRലെ വകുപ്പുകൾ കൂടി എഴുതി ചേർക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോടതിക്ക് ആ ചുമത്തിയ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജാമ്യം നൽകാതിരിക്കുക. അതായത് ജാമ്യം നൽകാനുള്ള വ്യവസ്ഥകളല്ല എഴുതി ചേർത്തിരിക്കുന്നത്. പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വകുപ്പുകൾ. ഒന്ന് മതപരിവർത്തന നിരോധന നിയമം, അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത്, പിന്നെ രാജ്യദ്രോഹം. ഇങ്ങനെ 3 വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ BJP നേതാക്കൾ അടക്കം നടത്തിയ കള്ളക്കണ്ണീരിനെ കുറിച്ചും നമ്മൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കം പറഞ്ഞതാണ് അവർ മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല. കേരളത്തിലെ ക്രൈസ്തവരോട് എടുക്കുന്ന ഈ പ്രീണന നയവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കുറ്റപത്രം പ്രതികളാക്കി ചേർത്തുകൊണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടത്താപ്പ് നയവും കൂടിയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ BJPയുടെ നേതാക്കളടക്കം, കഴിഞ്ഞ ദിവസം അനിൽ ആന്റണി എന്ന് പറയുന്ന BJPയുടെ വക്താവ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി അടക്കം കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഒരുപക്ഷെ ഇതിൽ FIR റദ്ദാക്കേണ്ടി വരുന്നു. ഈ കേസ് പ്രോസിക്യൂഷൻ അവിടെ വരുമ്പോഴത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗമെന്ത്, പോലീസിൻ്റെ ഭാഗമെന്തെന്ന് വിശദീകരിക്കേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായും പോലീസ് എടുത്തിരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ ഇവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, അന്ന് ഈ 2 പെൺകുട്ടികൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പെൺകുട്ടികൾ, അവരുടെ കുടുംബത്തെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം മനുഷ്യക്കടത്താണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. നിരവധി ഘടകങ്ങളാണ്. ഒന്ന്, ഛത്തീസ്ഗഡ് പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. 2,
രണ്ടാമത് ഈ കുട്ടികൾ തന്നെ ഈ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അവിടെയുള്ള ഈ വളരെ പട്ടിണിപ്പാവങ്ങളായ ആദിവാസി സ്ത്രീകളെയാണ് അവരെ നിർബന്ധിച്ച് കുടുംബത്തെ അടക്കം സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇവർ മനുഷ്യക്കടത്താണ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ കുടുംബം വശംവദരാകേണ്ടി വരും. പറയുന്നത് ഭരണകൂടമാണ്, പോലീസാണ്, BJP സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്തു. ഇനി മേൽക്കോടതികളിലേക്ക് ജാമ്യാപേക്ഷമായി പോകേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ നിയമപരിരക്ഷകളും നിയമ പോരാട്ടത്തിനുള്ള എല്ലാ സഹായം നൽകുമെന്ന് CPM-ന്റെ MP-മാരടക്കം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CBSI ഏത് അറ്റം വരെ നിയമ പോരാട്ടം നടത്തുകയാണെങ്കിൽ അതാണ് സിജു, ഒരുപക്ഷേ ഈ ജാമ്യം നൽകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ, ഈ ബജ്രംഗ് ദൾ അടക്കം ജാമ്യം നൽകരുത് എന്നൊരു ഭീഷണിയുമായൊക്കെ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ കേസിന്റെ മെരിറ്റ് അത് ആ രീതിയിൽ മാറ്റിമറിച്ചു എന്നുകൂടി മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ ഈ വാർത്ത വരുന്ന അതേ സാഹചര്യത്തിൽ കോടതിക്ക് മുൻപിൽ ബജ്രംഗ് ദളിന്റെ ആഹ്ലാദ പ്രകടനം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞാൽ 22ഓളം സംഘപരിവാർ സംഘടനകളിൽ ഒന്നാണ്. ആ സംഘടനകളിൽ ഉൾപ്പെട്ടതാണ് RSSും. അങ്ങനെയുള്ള ആ RSS സംഘപരിവാർ സംഘടന BJP ഭരിക്കുന്ന രാജ്യത്ത് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അവർക്ക് മറിച്ചൊരു വിധിയും മറിച്ചൊരു സഹായം ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോകുമാവുകയില്ല. ഏതായാലും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആകെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ തന്നെ കേരളം സുരക്ഷിതമാണ്. അതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. കേരളത്തിൽ സുരക്ഷിതമാണ് എന്ന് ദീപിക മുഖപത്രത്തിനും അതോടൊപ്പം തന്നെ CBSIക്കും വിവിധ സഭാ അധ്യക്ഷന്മാർക്കും പറയേണ്ടി വരുന്ന സാഹചര്യം കൂടി ഇവിടെ നമ്മളൊന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഇവിടെ BJP അടക്കമുള്ള സംസ്ഥാനത്തെ BJP നേതാക്കളടക്കം അരമനകളിൽ കേക്കുമായി ചെല്ലുന്നു. അതോടൊപ്പം തന്നെ പള്ളികളിൽ സ്വർണ്ണ കിരീടങ്ങൾ ചാർത്തുന്നു. തൃശ്ശൂരിലെ അടക്കം നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം. ഇപ്പോൾ CBC ജോസഫ് കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. സിബി, ന്യൂനപക്ഷങ്ങളെ വളരെ വലിയ രീതിയിൽ വേട്ടയാടുന്നു എന്നുള്ളത് അത് ഒരു സത്യമാണ്. അത് ഈ നിലയിലുള്ള ചില കോടതി വിധികൾ അടക്കം വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് കൂടിയാണ്. നോക്കൂ, ഇവിടെ ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്ത് ബജ്രംഗ് ദൾ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ഈ നിയമവ്യവസ്ഥകളടക്കം മാറ്റിമറിച്ചുകൊണ്ട് ഒരു FIR രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളടക്കം പുറത്തു വരുന്നു.